വനാവകാശ നിയമ ഭേദഗതിയിൽ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിക്കാൻ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണും. സഭാ നേതാക്കൾ എതിർപ്പറിയിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ കാണാനൊരുങ്ങുന്നത്. വനസംരക്ഷണ നിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്നായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിന്റെ 24-നോടുള്ള പ്രതികരണം. കേരളത്തിലെ വനങ്ങൾക്ക് ഉൾക്കൊള്ളാനാവുന്നതിലധികം വന്യമൃഗങ്ങൾ കേരളത്തിലുള്ളതായിട്ടാണ് ഞാൻ ചില കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെ ഗൗരവമായിട്ടും പ്രായോഗിക ബുദ്ധിയോടുകൂടിയും ഗവൺമെൻറ്റുകൾ അതിനെ അഡ്രസ്സ് ചെയ്യണം. അതല്ലാതെ നമ്മളിങ്ങനെ എന്തൊക്കെയോ നിയമങ്ങളുടെ പേര് പറഞ്ഞ് വന്യമൃഗ സംരക്ഷണവും പ്രകൃതി സംരക്ഷണവും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവിടെ മനുഷ്യന് ജീവിക്കണ്ടേ? രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യണം. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയുടെ വിപ്പ് അനുസരിച്ച് മാത്രം കൈപൊക്കി പാവപ്പെട്ട കർഷകരെ അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കരുത് എന്നാണ് എനിക്ക്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന്. ടോബി, കേരള കോൺഗ്രസ് എപ്പോഴാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ അവരുടെ നിലപാട് അറിയിക്കുക? ഇപ്പോൾ സഭയുടെ എതിർപ്പൊന്നുകൂടി ശക്തമാവുന്നുണ്ടല്ലോ ടോബി. ഉന്മേഷ്, തീർച്ചയായിട്ടും സഭയുടെ എതിർപ്പ് ശക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് കേരള കോൺഗ്രസിനെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. പാർട്ടിക്കുള്ളിലും ഇത് സംബന്ധിച്ചുള്ള വലിയ എതിർപ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായ ഒരു പാർലമെന്ററി പാർട്ടി യോഗം കൂടി എത്രയും വേഗം ഇക്കാര്യത്തിൽ എതിർപ്പ് സർക്കാരിനെ അറിയിക്കുക, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് ഈ വനനിയമ ഭേദഗതി ബിൽ സംബന്ധിച്ച് ഒരു എതിർപ്പ് അറിയിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. നാളെ തിരുവനന്തപുരത്ത് ജോസ് കെ മാണി എത്തുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും പാർട്ടിക്കുള്ളിലും നേതാക്കൾക്കിടയിലും ഇതുമായി ബന്ധപ്പെട്ട അതിർത്തിയുണ്ട്. ഇന്നലെ നമ്മളോട് തോമസ് തറയിൽ, അതായത് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞ നിലപാട് വളരെയധികം ശ്രദ്ധേയമാണ്. അതായത് MLA-മാർ നിലപാട് അറിയിക്കണം, MLA-മാർ ഈ കരട് നിയമം വായിക്കണം, വ്യക്തമായി വായിച്ച് എതിർപ്പ് അറിയിക്കണം എന്ന് തന്നെയാണ് ഇന്നലെ തോമസ് തറയിൽ പറഞ്ഞത്. അതിലെടുത്തു പറയുന്ന ഒരു കാര്യം, രാഷ്ട്രീയ പാർട്ടികളുടെ വിപ്പ് അനുസരിക്കുന്നവർ മാത്രമായി ജനപ്രതിനിധികൾ മാറരുത്, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കണം, നിയമസഭയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നാൽ അതിനെ എതിർക്കണമെന്ന് സഭ തന്നെ വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരള കോൺഗ്രസും അവരുടെ നിലപാട് സർക്കാരിനെ അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്.